ഒത്തിരി സന്തോഷം കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. എനിക്ക് ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ ഞാനിത് സൂക്ഷിച്ചു നോക്കൂ കേട്ടോ. ഞാനെടുത്ത കഷ്ടപ്പാടിനുള്ള പ്രതിഫലം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ വിളിച്ചു പറയുന്ന സന്തോഷമായി, ഭയങ്കര സന്തോഷമായിട്ടോ. താങ്ക് യു സാർ, താങ്ക് യു സാർ, താങ്ക് യു. ആ ഒത്തിരി നന്ദി, ഒത്തിരി നന്ദി. ഇനിയും ഇതേപോലെയുള്ള മലരിക്കലാമ്പൽ, കേര സോപ്പൊക്കെ ട്രെൻഡിങ്ങിൽ പോയ പരസ്യമല്ലേ? ആ സാറേ ഞാൻ വിളിക്കാം കേട്ടോ. എന്നെ മാഡം അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിളിക്കും. പറഞ്ഞോളൂ മാഡം. എടോ ബി, താൻ എന്ത് കോപ്പാടാ ചെയ്ത് വെച്ചേക്കുന്നത്? ഇങ്ങനെയാണോ പരസ്യം ചെയ്യുന്നത്? ഓ, ഇങ്ങനെ തലവേദന ഉണ്ടാക്കി തരരുതേ ബി. മാഡം ഇപ്പൊ എന്നെ ഒരാൾ വിളിച്ച് അഭിനന്ദിച്ചോളൂ മാഡം. ഇങ്ങനെ കോമാളി ആവരുത് കേട്ടാ. വെറുതെ നിന്ന് മോങ്ങരുത്, പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന്. മാഡം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വർക്ക് ചെയ്തിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളത് പോട്ടെ മാഡം. ഇങ്ങനെ തെറി വിളിക്കരുത് മാഡം. തെറി വിളിക്കുമല്ല, തന്നെ പറഞ്ഞു വിടുക വേണ്ടത്. ഇനി ഇവിടുത്തെ വർക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയേക്കരുത്, കേട്ടല്ലോ? മാഡം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മാഡം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. ഓ, വെറുതെ അല്ലേ ഈ കമ്പനി രക്ഷപ്പെടാത്തത്. അല്ല മാഡം, ഈ വർക്കിന് എന്തായിരുന്നു മാഡം കുഴപ്പം? ഏയ്, ഒരു കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർ അപ്പപ്പൊടിക്കകത്ത് കളർ കലക്കി കോലം വരയ്ക്കുന്നു. അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, മികച്ച കോലങ്ങൾക്ക് അച്ചാമ്മ അപ്പപ്പൊടി. തനിക്ക് വട്ടാണോടോ? അതിനെന്താ, അപ്പപ്പൊടി കൊണ്ട് കോലം വരയ്ക്കാറുണ്ടല്ലോ. എടാ, തൻ്റെ തലയ്ക്കകത്ത് കളിമണ്ണാണോടോ? അന്നൊരു കാര്യം ചെയ്യാം, അപ്പപ്പൊടി കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് മികച്ച കെട്ടിടങ്ങൾക്ക് അച്ചാമ്മ അപ്പപ്പൊടി ഒരെണ്ണം കൂടി അങ്ങ് ഇറക്കാം. ബ്രില്യൻ്റ് ഐഡിയ മാഡം, ബ്രില്യൻ്റ്. എനിക്കിഷ്ടമായി. ഞാനിത് പ്രാവർത്തികമാക്കും. താങ്ക് യു മാഡം. ഇതൊക്കെ ശരിക്കും ഇനി വട്ടാണോ? എന്താ? ഒന്നുമില്ല മാഡം. എന്തേലും പറയാനുണ്ടേ പറ. കഴിഞ്ഞ വർക്ക് ഭയങ്കര മോശമായിരുന്നല്ലേ? താൻ കണ്ടില്ലേ? അല്ല, ഞാൻ കണ്ടു. എടോ, താനോട് കൂടിയല്ലേടോ ഇതൊക്കെ ചെയ്യുന്നത്? തനിക്കൊരു ബോധമില്ലേടോ? അയ്യോ മാഡം, ഞാൻ ഒരുപാട് ഐഡിയാസ് കൊണ്ടെടുത്ത് പറയണം, പക്ഷെ അയാളൊന്നും കേൾക്കില്ല. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുള്ളൂ. ഈ സുമേഷ് എവിടെ? നിമ്മി ഇന്ന് ലീവാണല്ലോ. മാഡം, ഇതാണ് ഞാൻ പറഞ്ഞ ടിങ്കോൾഫി. പിന്നെയും ടിങ്കോൾഫി. എന്തേലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. നിമ്മി എന്ന് ലീവ് എടുത്താലും സുമേഷ് ഒന്ന് ലീവ് എടുക്കും. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞ് സുമേഷ് ലീവ് എടുത്തു. ഞാൻ നോക്കിയപ്പോൾ മറൈൻ ഡ്രൈവിൽ നിൽക്കുക, കൂടെ നിമ്മി. എന്നിട്ടൊന്നുമില്ല. എബി എങ്ങനെയാ അവരെ കണ്ടത്? ജോലി സമയത്ത് എബി എന്തിനാ മറൈൻ ഡ്രൈവിൽ പോയത്? അല്ല മാഡം, ഞാൻ ഹാർഡ് ഡിസ്ക് മേടിക്കാൻ പോയത്. മറൈൻ ഡ്രൈവിലോ? അല്ല, ബ്രോഡ്വേയിൽ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ കണ്ടതാണ്. ഇയാളുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക. അവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. സത്യസന്ധമായിട്ടൊരു കാര്യം പറയും. നേരത്തെ ഈ ഫ്ലോറിലോട്ട് കയറാൻ നേരത്ത് ഒരു ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. പക്ഷേ മേടെ ഈ കസേര ഇരിക്കാൻ നേരത്ത് ഇവിടെ ആകെ ഒരു പ്രകാശം പറഞ്ഞില്ലേ? എനിക്കങ്ങ് നന്നായി സുഖിച്ചു. അബിയുടെ തലയിൽ ഒരു ലൈറ്റ് അടിച്ചു പോയിരിക്കുക. പറ്റുമെങ്കിൽ അതിനകത്തൊരു ലൈറ്റ് ഇടും. ശരി മാഡം.